വീഡിയോയിൽ അവിടുത്തെ പേഴ്സണൽ അസിസ്റ്റന്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. ഞാൻ ഉണ്ടാക്കുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് ആകെ ഒരു 6 ലൈനുള്ളൂ കേട്ടോ. ഈ 6 ലൈനിലാണ് നമ്മൾ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും ചെറിയൊരു സംഭവമാണെങ്കിലും അത്ര എഫിഷ്യൻ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ API വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അല്ലാതെ ന്യൂറൽ നെറ്റ്വർക്കും നമ്മൾ സ്വന്തമായിട്ട് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെന്നില്ല. വെറുതെ നിങ്ങൾക്ക് പറയുന്ന APIൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ API എന്ന് ചോദിക്കുമ്പോൾ ഒരു വെബ്സൈറ്റായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ വെബ്സൈറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തിരിച്ചു തരും. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു സഹായത്തോടു കൂടി, ഒരു വെബ്സൈറ്റ് മാത്രമല്ല ഏതെങ്കിലും വേറൊരു നമ്മൾ ഗൂഗിളിൻ്റെ API ഉണ്ടാവും, ഓരോ കമ്പനീസ് അവരുടേതായ API ഉണ്ടാവും. ഞാൻ ഇപ്പോൾ യൂഡമിക്ക് അതിൻ്റെതായ ഒരു API ഉണ്ടാവും. അപ്പോൾ എന്താണ് API എന്നൊക്കെ അതിൻ്റെ ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ മനസ്സിലാവും. പക്ഷേ ഡെഫിനേഷൻ അല്ല ശരിക്കും കാര്യം, നമ്മൾ എന്താണെന്ന് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ APIൻ്റെ സഹായത്തോടു കൂടി ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ടത് വോൾഫ്രാം ആൽഫ എന്നുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വോൾഫ്രാം ആൽഫ പൈത്തൺ അടിച്ചെടുക്കാം. അപ്പോൾ PHPയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും. നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പോകണമെന്നും ഇത് എങ്ങനെയൊക്കെയാണ് സംഭവം കിട്ടുന്നതെന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ എന്തൊക്കെ ഇതിൽ വരണ്ടെന്നും. വോൾഫ്രാം ആൽഫ 4.1 ഇത് പിപ്പ് ഇൻസ്റ്റാൾ ആദ്യം വോൾഫ്രാം ആൽഫ ചെയ്യാം. അത് മാത്രമല്ല ഇതിലെ മെയിൻ കാര്യം എന്താ വെച്ചാൽ API ഉപയോഗിക്കുമ്പോൾ നമുക്ക് കയറി അങ്ങനെ ചാടി കയറിയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിറയെ ആൾക്കാർ ഉപയോഗിക്കുക, നിറയെ ആൾക്കാർ മിസ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്, ചാൻസുകൾ കൂടുതലുണ്ട്. അപ്പോൾ അവർ സ്വന്തം അവരുടെ ഡാറ്റയാണ്. മാത്രമല്ല നിങ്ങൾ അതിൽ കയറിയിട്ട് API നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ മാത്രമല്ല അവരുടെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ അങ്ങനത്തെ നിറയെ കാര്യങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വല്ല കുരുത്തക്കേട് ഒപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൽ നിറയെ സമയത്ത് വല്ല കീസ് തരും അവർ. അത് API ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ കീ തരും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കൂടിയിട്ടുള്ളതാണെങ്കിൽ. ചിലവരൊക്കെ അതിന് കീ വെക്കും, ചിലരൊന്നും വെക്കില്ല. നമ്മുടെ വിക്കിപീഡിയ ഒക്കെ ഉണ്ടല്ലോ, വിക്കിപീഡിയ ഒക്കെ APIs വിക്കിപീഡിയയുടെ API ഉണ്ട്. പക്ഷെ വിക്കിപീഡിയ അത് അവര് എൻക്രിപ്ഷൻ കീ ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. അവര് പബ്ലിക്കാണ്, നമുക്ക് സുഖമായിട്ട് പോയിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ വോൾഫ്രാം ആൽഫയിൽ ചെയ്യണമെങ്കിൽ പേഴ്സണൽ അസിസ്റ്റന്റ് എനിക്ക് വിക്കിപീഡിയയിലും ചെയ്യാം. അതിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആണ്. പക്ഷെ ഞാൻ വോൾഫ്രാം ആൽഫയുടെ ചെയ്യാനുള്ള കാരണം എനിക്ക് എൻക്രിപ്ഷൻ കോഡും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ വിക്കിപീഡിയയാണ് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പം. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായിക്കോട്ടെ, APIനെ കുറിച്ചിട്ട് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് വോൾഫ്രാം ആൽഫ വെച്ച് ചെയ്യാൻ പോണത്. ഞാൻ ഇപ്പോൾ വോൾഫ്രാം ആൽഫ എന്നുള്ള സൈറ്റിൽ കയറി wolfram.com എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സൈറ്റ് വരും. അതിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം, ഒരു സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിൽ നമ്മുടെ ഈ റൈറ്റ് സൈഡ് കോർണറിൽ നമ്മുടെ യൂസറിനെ കാണിക്കുന്നില്ലേ, ഇവിടെ വന്നിട്ട് മൈ ആപ്സ് API എന്ന് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വേറൊരു ഇതിലേക്ക് പോകും. നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഗെറ്റ് ആൻ ആപ്പ് ID എന്നുള്ളതിൽ കൊടുക്കാം. നമ്മൾ ആപ്പ് ID വെച്ചിട്ടാണ്. ആപ്പ് ID എന്ന് പറയുമ്പോൾ ഒരു കീ ആണ്. ആ കീ ആപ്ലിക്കേഷൻ നെയിമും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിജിറ്റൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങൾ എടുത്തു വെക്കണം, കാരണം അതാണ് നമ്മുടെ കീ. അത് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. എൻ്റെ കീ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഞാനത് ബ്ലർ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളത് എങ്ങനെ യൂസ് ചെയ്യണം, അതൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വോൾഫ്രാം ആൽഫ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് നോക്കാം. ബിസിനസ് ആണെങ്കിൽ മാത്രമേ കാശ് കൊടുക്കുന്ന ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രീ അക്കൗണ്ട് ചെയ്തിട്ട് അതിൽ വല്ല ലിമിറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ നമുക്ക് ചെയ്യാം. കണ്ടോ ഇതിലിപ്പോൾ ഞാൻ ഇപ്പോൾ 2 ആപ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ടോട്ടൽ ഒരു 60 ആണ്. അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ട് വോൾഫ്രാം ആൽഫ എന്നല്ല, സാധാരണ നമ്മളെ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തത് എനിക്ക് ക്ലയൻറ്റുള്ള വോൾഫ്രാം ആൽഫ ഡോട്ട് ക്ലയന്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഞാൻ. സംഭവം ഞാൻ പല സമയത്തും ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് എന്ന് പറയും. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമാണ്. ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റിലത്തെ ഒരു പാർട്ടിനെ ഇൻസ്റ്റലൈസ് ചെയ്യുന്ന പറഞ്ഞ പേരാണ്. ഞാൻ ഈ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കാത്തതിന്റെ കാരണം വെറുതെ എന്തെങ്കിലും കൺഫ്യൂസ് ചെയ്യണം. നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും സംഭവം എന്താണ്. പിന്നെ നിങ്ങൾക്ക് അതിലുള്ള തിയറിയോടാണ് കൂടുതൽ കമ്പം എന്നുള്ളത്. നിങ്ങൾ അടിച്ചു നോക്കുക, ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസിനൊക്കെ എന്താ സംഭവം എന്ന് നെറ്റിൽ അടിച്ചെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അതിന് ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ ഇമ്പോർട്ട് വോൾഫ്രാം എന്ന് പറയുന്നത് നമ്മളിത് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ക്വയറി ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ ക്വയറി എന്നുള്ളൊരു ഇത് നമ്മൾ സാധാ ചെയ്യണ പോലെ മനസ്സിലായില്ലേ. പിന്നെ റിസൾട്ട് ഈക്വൽ ടു RES എന്നുള്ള വേരിയബിൾക്ക് ക്ലയന്റ് ഡോട്ട് ക്വയറി. ഇത് നമ്മൾ ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണ് ക്ലയന്റ് ഡോട്ട് ക്വയറി എന്നുള്ളത്. അപ്പോൾ ഇത് അവിടെയുള്ള ഈ ക്ലയന്റ് എന്നുള്ള സംഭവത്തിൽ ഇത് വോൾഫ്രാമാറ്റിൽ നമ്മൾ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ വോൾഫ്രാമാറ്റിൽ കോൺടാക്ട് ചെയ്യും. ഈ കീ ഒക്കെ ഉപയോഗിച്ച് അവരുടെ ഇതിന് എന്താ ഉത്തരം എന്നൊക്കെ അവർ തന്നെ ചോദിച്ചു. ഇതൊക്കെ അവർ തന്നെ ചെയ്തോളൂ, നമുക്ക് ഇതിന് വലിയ പണിയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ പ്രിന്റ് ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് RES.results.text എന്നുള്ളത്
ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു കോൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കോൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ടാണ്, അതൊരു വലിയ ഡിക്ഷണറി ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യുക. അത് നിറയെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ അതിൽ പ്ലോട്ടും ഓരോ സാധനങ്ങളൊക്കെ. വോൾഫ്രം ആൽഫ എന്നുള്ള മാത്സിനോട് കൂടുതൽ ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനോടുള്ള സംഭവങ്ങളെല്ലാം വരും. നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് മാത്രം മതി, എല്ലാ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. ഈ പ്രിന്റ് റെസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എത്ര സാധനങ്ങൾ വരുന്നുണ്ടെന്ന്. ഒരു വലിയ സംഭവമായിരിക്കും, നിങ്ങൾക്ക് ഒരു തേങ്ങ മനസ്സിലായില്ല കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ പ്രിന്റ് നെക്സ്റ്റ് ഇത് അതിലുള്ള ഓൾറെഡി സിൻടാക്സ് ആണ് കേട്ടോ. ഇതിപ്പോ ഇതെന്തെങ്കിലും ലോജിക് ആലോചിക്കണ്ട, ഇതൊരു ഇങ്ങനെയാണ് സംഭവം വരുന്നത്. നമുക്ക് ഇത് കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏറ്റവും ആദ്യം വരുന്ന റിസൾട്ട് മാത്രം നമുക്ക് കിട്ടും. അതായത് നമ്മൾ വോൾഫ്രം എഫിൽ അടിച്ചെടുത്താൽ തന്നെ ഏറ്റവും ആദ്യം വരുന്ന റിസൾട്ട്, ഞാൻ ഇപ്പോൾ വോൾഫ്രം എഫിൽ കാണിച്ചു തരാം സംഭവം എന്താണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനിപ്പോ വല്ല ഇത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കൊടുത്തു. ഞാൻ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വന്നു. അതിൽ ഞാൻ റിസൾട്ട് നോക്കിയോ കണ്ടോ, റിസൾട്ട് വരുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വരുന്നുണ്ട് കണ്ടോ, അത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ഇത് മാത്രമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് ഫോം ഉപയോഗിക്കണം, നെക്സ്റ്റ് റിസൾട്ട്സ്.എക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കില്ലേ, എന്നാ ഇത് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓൾറെഡി റൺ ചെയ്ത് നടന്നു ഞാൻ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കൊടുത്തു. ഇതിൽ കണ്ടോ, ഇതിലിപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വന്നു. ഇതാണ് ആ ഫുള്ള് ഡീറ്റെയിൽസ്, ഇതാണ് നമുക്ക് തരുന്ന റിസൾട്ട്. ഇത്രയും റിസൾട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമല്ല, നമുക്ക് ഇത് മാത്രം പോരാ. ഡിവൈഡ് ചെയ്ത് സൈൻ എക്സ് ഇട്ട് കോസ് എക്സ്, ഇത് മാത്രം പോരാ. ഇതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ആ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള. ഞാൻ അപ്പോൾ രണ്ടാമത്തെ ലൈൻ റിമൂവ് ചെയ്യണം, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ സാധനം എടുത്ത് വെച്ചാണ്, അല്ലെങ്കിൽ ഞാൻ വെക്കും കൂടി ഇല്ല. അപ്പോൾ ഇതെല്ലാം സംഭവം മനസ്സിലായി. നമ്മൾ ഇത് വെച്ച് സാധനം സേവ് ചെയ്തു. ഇത് നമുക്ക് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കിയാൽ സാധനം. ഞാൻ ക്വയറി നമ്മൾ എന്താ ഇപ്പോൾ കൊടുത്തത്, സെയിം സാധനം ഞാൻ ഒന്നുകൂടി കൊടുക്കാം, നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്പീച്ച് റെക്കഗ്നിഷൻ പറഞ്ഞു തന്നില്ല. അപ്പോൾ സ്പീച്ച് റെക്കഗ്നിഷൻ ഇൻപുട്ട് ഈ ക്വയറി ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ സ്പീച്ച് റെക്കഗ്നിഷൻ നിങ്ങൾ പറയണതിൻ്റെ ഉത്തരം കിട്ടുന്ന പോലെ ആക്കുക. അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം കൂടുതൽ കൺഫ്യൂസ് ആയാലോ വെച്ചിട്ടാണ് ഞാൻ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് പേഴ്സണൽ അസിസ്റ്റന്റ് എന്താ കൊടുക്കാം, ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ കൊടുത്തേക്കോട്ടെ. ഉണ്ടോ ആണോ, ന്യൂഡൽഹി, ഡൽഹി, ഇന്ത്യ അതൊക്കെ വരുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. അത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്താരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരുന്നില്ല, വരാൻ ചാൻസ് ഇല്ല. ഡാറ്റ നോട്ട് അവൈലബിൾ എന്ന് വരുന്നത്. അതിനറിയണ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സുഖമായിട്ട് പറയും. ഇങ്ങനെയാണ് ഓരോ API ഒക്കെ വർക്ക് ചെയ്യുന്ന മനസ്സിലായില്ല എനിക്ക് ഏകദേശം. സ്പെല്ലിംഗ് ഒക്കെ തെറ്റാന്ന് തോന്നുന്നു. എന്തായാലും ആവട്ടെ. ക്യാമറ അതിൻ്റെ ഉത്തരം വന്നില്ലേ. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു പേഴ്സണൽ അസിസ്റ്റന്റ്. നമുക്ക് സംഭവം മനസ്സിലായില്ലേ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്വയറിക്കോട്ട് ഇൻപുട്ട് എൻ്റർ ക്വയറിക്ക് പകരം ഞാൻ കുറച്ച് മുമ്പ് മറ്റേ എവിടെ പോയി നാവും sr.py. അപ്പൊ ഇതേ സാധനം നിങ്ങൾക്ക് സ്പീച്ച് റെക്കഗ്നിഷൻ വെച്ചിട്ട് ചെയ്യാം. സ്പീച്ച് റെക്കഗ്നിഷൻ കണ്ടോ, നിങ്ങൾ ഇമ്പോർട്ട് സ്പീച്ച് റെക്കഗ്നിഷൻ ആസ് SR വൈൽ ട്രൂ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഏതാണോ ഉത്തരം അതിനുള്ള സംഭവമൊക്കെ ഇത് പറഞ്ഞു തരും. മാത്രമല്ല ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക, അതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് സ്പീച്ച്, ഞാൻ ടെക്സ്റ്റ് സ്പീച്ച് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് വായ കൊള്ളാതെ പേരുകൾ ടെക്സ്റ്റ് സ്പീച്ചും പറഞ്ഞു തന്നു, സ്പീച്ച് റെക്കഗ്നിഷനും പറഞ്ഞു തന്നു. ഈ രണ്ടെണ്ണം പറഞ്ഞു നിങ്ങൾക്ക് പേഴ്സണൽ അസിസ്റ്റന്റ് പറഞ്ഞു തന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അലക്സ, ചെറിയൊരു സിറി നിങ്ങളുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയാണ് സംഭവം കേട്ടോ. നിങ്ങളിപ്പം ഞാൻ തരുന്ന എല്ലാ വീഡിയോസും കണ്ടാലും ഞാൻ ചില സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും.
അതിനുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാ വീഡിയോസും കാണാം. അത് ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ യുഡമിയിലാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 2 കോഡിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. ആ 2 കോഡിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാം, എന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ചെയ്യും. അപ്പോൾ എനിക്ക് ഏകദേശം പിടിയിട്ടില്ല. ഈ 2 കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. 2 അല്ല 3, സ്പീച്ച് റെക്കഗ്നിഷനും പേഴ്സണൽ അസിസ്റ്റന്റും ടെക്സ്റ്റ് ടു സ്പീച്ചും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.